ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടോ? ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷം എന്ന് പറഞ്ഞപ്പോ എന്താ വിശേഷം? അല്ല എന്താ? അതല്ല, ഈ പെൺകുട്ടികൾക്ക് വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? എടോ, അതിപ്പോ പെണ്ണെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും വിശേഷം വിശേഷം തന്നെയല്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് വിശേഷം വന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ വിശേഷോ? എന്റെ ദൈവമേ, ശരിക്കും ഇത് തന്നെ ഞാൻ ചിരിച്ചോണ്ട് വന്നത്. ഈ ഒരു ചോദ്യവും ഈ ഒരു സന്തോഷമൊക്കെ ഇല്ലേ ഇപ്പൊ ഞാൻ കേട്ടിട്ട് വരും അമ്മയുടെ കയ്യിൽ നിന്ന്. അല്ല, താൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് വിശേഷം ഉണ്ടോന്ന്. ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ സമയമായോന്ന്. അല്ല, അപ്പൊ ശരിക്കും ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അല്ല, പിന്നെന്തിനാ അമ്മ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അതതിലും വിശേഷം. സാധാരണ അച്ഛന്മാരും അമ്മമാരും സ്വപ്നം കണ്ടിട്ട് നിനക്ക് വല്ല വിശേഷം ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് അമ്മയോട് മുത്തശ്ശി പറഞ്ഞൂന്ന്. വീട്ടിലൊരു തൊട്ടില് കെട്ടാൻ സമയായിന്ന്. ദേവനോട് കുറച്ച് കാശൊക്കെ കരുതി വെച്ചോളാൻ പറയാൻ. അത് കേട്ടപ്പോ അമ്മയ്ക്ക് തോന്നി എനിക്ക് വിശേഷം ഉണ്ടെന്ന്. ഈ മുത്തശ്ശിക്ക് എന്താ ഇതിലൊക്കെ കാര്യം? ആ നാശം പിടിച്ച തള്ള പറഞ്ഞാണെങ്കിൽ അത് കുഴപ്പം പിടിച്ച എന്തോ കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതിപ്പോ അമ്മ ചോദിച്ചാലല്ല, താൻ എനിക്ക് പ്രതീക്ഷ വന്നതല്ല. ആഹാ, ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് പ്രതീക്ഷയും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞേ? അച്ഛനും അമ്മയ്ക്ക് അല്ല, അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആ ആഗ്രഹം എന്ന് സാധിച്ചു കൊടുത്താലോ? തുടങ്ങി. മുൻപ് മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായി. ഓ, അതൊക്കെ സമയത്ത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറ്റിയ സമയ. നല്ല ഇടി കിട്ടാത്തന്റെ കുഴപ്പാ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോകും. താനവിടെ നിന്നേ. എന്തിനാ? അല്ല, അമ്മയെ അധികം വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. പോടാ, കൊള്ളാം. നിങ്ങൾ രണ്ടും എന്താ ഇങ്ങോട്ട് പോന്നേ? എന്തായി അവളുടെ കാര്യം? പ്രിയങ്കയ്ക്ക് ഡിസ്ചാർജാ. എന്നിട്ട് സുകുമാരി അവളെ കൂട്ടിക്കൊണ്ടുപോവാന്ന് സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ നന്നായി. ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചിട്ട് പ്രിയങ്ക ഇനി ഒരു കാരണവശാലും കണിമംഗലത്തേക്ക് വരാൻ പാടില്ലെന്ന് പറയണം. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് മുത്തശ്ശി. വരുൺ, ഒന്നിങ്ങോട്ട് വന്നേ. എന്ത് പ്രശ്നം? അവര് വരട്ടെ. വരുണിന്റെ അധികം വന്നിട്ട് ഞാൻ പറയാം.